അപ്പോൾ ഹലോ മൈ ഡിയർ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൗത്ത് സീ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ കുക്കു, അബിയും പിന്നെ ഷിജോയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഷിജോയുടെ വെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു കാറിനാണ് ഇന്ന് നമ്മുടെ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് കറക്റ്റ് 6 മാസമായി. അപ്പം 6 മാസത്തിന് ശേഷമാണ് ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ കുറേ ക്ലിപ്പുകൾ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുകയോ സംഘടിപ്പിച്ച് ഇപ്പോഴാണ് എൻ്റെ ഒന്ന് സെറ്റായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ എഡിറ്റ് ചെയ്തിടാന്ന്. അപ്പോൾ നമ്മൾ പോയ ദിവസം കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ പോയതൊരു ഏപ്രിലായിരുന്നു. അപ്പം വെതറൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഒരുപാട് എൻജോയ് ചെയ്താണ് നമ്മുടെ ട്രിപ്പ് നമ്മൾ പോയത്. അപ്പം നമ്മുടെ ട്രിപ്പിനെ മനോഹരമാക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ സെൽഫി വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളിതേ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പോൾ ഗൈസ്, നമ്മൾ സൗത്ത് സീ കാണാൻ പോവാണ്. അപ്പം നമുക്ക് സീ കാണാം. അപ്പം ഇതാണ് നമ്മൾ പോകുന്നത്. സൈഡ് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കൈക്കുള്ള സീ, സൗത്ത് സീ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബീച്ച്. അപ്പോൾ നമ്മൾ വന്ന സമയമൊക്കെ നല്ലായിരുന്നു, നല്ല വെതറൊക്കെ ആയിരുന്നു. പക്ഷേ വെള്ളം അപ്പടി അങ്ങ് ഇറങ്ങി കിടക്കുന്ന പോലായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് കുറച്ച് നേരം അവിടെ നിന്ന് അതുവഴി തെണ്ടിത്തിരിഞ്ഞ് ഇങ്ങനെ നടന്നു. അപ്പോൾ എടുത്തു പറയാനുള്ള നല്ല വൃത്തിയുള്ള ബീച്ചായിരുന്നു കേട്ടോ. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറേ നേരം ചുമ്മാ ഇരിക്കാനെങ്കിലും തോന്നുന്നു. ഇത്ര നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണത്. കുറച്ച് നേരം ഇങ്ങനെ കടൽക്കരയിൽ കൂടെ കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് നടന്നു. പിന്നെ നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അപ്പം ഇതിനോട് ചേർന്നുള്ള ഇതിൻ്റെ ഒരു സ്റ്റാളാണ്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ബുക്സും ടോയ്സും പിന്നെ ടീഷർട്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് മേടിക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന അതിനോട് ചേർന്നൊരു PM മ്യൂസിയമാണ്. അപ്പം നമ്മൾ ചെന്ന സമയത്ത് കറക്റ്റ് അത് ക്ലോസ്ഡ് ആയിരുന്നു. അത് കാരണം നമുക്കത് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനോട് ചേർന്നതിന് ഇങ്ങനെ കുറേ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ പോലത്തെ കുറേ സാധനങ്ങളുണ്ട് നമുക്കിങ്ങനെ കയറാൻ പറ്റിയ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനത്തെ കുറേ പല തരത്തിലുള്ളതുണ്ട്. ആകാശത്തൊട്ടിൽ അങ്ങനെ നമ്മുടെ ഒരു വീഗാലാൻഡിൽ പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കുറേ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. കടൽ പോലെ തന്നെ ഭംഗിയാണ് കേട്ടോ. ആ കടലിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ കാണാൻ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഗാർഡനാണ്. ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ളൊരു ഗാർഡന്. ഫുള്ള് ബുഷസും മരങ്ങളും ഒക്കെ ചുറ്റി നിറഞ്ഞൊരു ഗാർഡൻ. അപ്പോൾ നമുക്കവിടെ കുറേ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ടൊരു വാൾ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അത് നല്ല രസമാണ്. അപ്പോൾ കുറേ നേരം നോക്കിയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളതേ അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ അതുവഴി എല്ലാം ഒന്ന് നടന്നു കേട്ടോ. പിന്നെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ നമ്മൾ ഒരു പിസ്സ എക്സ്പ്രസ് കണ്ടു. പിന്നെ നമ്മൾ അവിടെ കയറി. ഇപ്പോൾ നമ്മൾ ചെന്നത് ഒരു 12:30-ക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു തിരക്കും ഇല്ലായിരുന്നു. അവിടെ മെയിൻലി ഈവനിങ് ആണ് നല്ല തിരക്കാവുന്നത്. ഈവനിങ് ഒരു 2 o'clock തൊട്ട് അവിടെ നല്ല തിരക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു 2 types പിസ്സ ഓർഡർ ചെയ്തു. ഒന്നൊരു ചിക്കനും ഒന്നൊരു ബീഫ് സ്റ്റൈൽ വന്നു പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ല. അപ്പോൾ നോർമലി നമ്മൾ കഴിക്കുന്ന പിസ്സയൊക്കെ വെച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പിസ്സ എക്സ്പ്രസ്സിൽ നിന്ന് പിസ്സ ട്രൈ ചെയ്തത്. അതുകൊണ്ട് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 1.5 മണിക്കൂർ അതിന് ചുറ്റുപാടുള്ള സ്ഥലമൊക്കെ ചുറ്റിക്കണ്ട് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ നടത്തി നമ്മളത് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അങ്ങനെ പോയിരുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.